ഇനി പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചർച്ച സിപിഎമ്മിനകത്തും സജീവമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണമെന്ന അഭിപ്രായമുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. കേരളത്തിലെ തോൽവി പ്രത്യേകം പരിശോധിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരും. സെയ്ഫ് ഹുസൈൻ ലബ്ദിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സെയ്ഫ്, അങ്ങനെ PB യോഗം ആരംഭിക്കുന്നു. പ്രധാന അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുക എന്നത് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിലേത്. ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ഉത്തരം വേണ്ടതുണ്ട്. ഇത് ഇന്ന് തന്നെ ഉണ്ടാകുമോ? ദിവ്യ, ഇന്നും നാളെയായിട്ടാണ് യോഗം ചേരുന്നത്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ഇന്നലെ രാത്രി CPM ജനറൽ സെക്രട്ടറി MA ബേബിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും, പ്രതിപക്ഷ നേതാവ് എന്ന അജണ്ട അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നാളെ വൈകുന്നേരത്തോടു കൂടി അതിനകത്തൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 5 സംസ്ഥാനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും കേരളത്തിലെ തോൽവി പ്രത്യേകം പരിശോധിക്കണമെന്ന ആവശ്യം PBയിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു, ഭരണമുള്ള ഏക സംസ്ഥാനമായിരുന്നു കേരളം. ആ കേരളത്തിൽ 10 വർഷം തുടർച്ചയായി ഭരിച്ചതാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് പാർട്ടി നേതാക്കൾക്ക് പോലും വിലയിരുത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ആകെ എതിരായിട്ട് വോട്ട് ചെയ്തു. ഏത് വിഭാഗം ജനങ്ങൾ എന്ന വിലയിരുത്തലിലേക്ക് പോലും പോകാൻ കഴിയാത്ത തരത്തിലുള്ള വമ്പൻ തോൽവിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത്. അതുകൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു പരിശോധനയുണ്ട്, മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് പോയി ഒരു പരിശോധനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി പിന്നീട് താഴേക്കിടയിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി അംഗങ്ങൾ പറയും. പക്ഷെ അത് മേൽത്തട്ടിലേക്ക് വരില്ല, അവിടെ തീരും എന്നുള്ളത്. മിനിറ്റ്സ് രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ തീരും. അങ്ങനെ പോരാ, താഴെത്തട്ടിൽ നിന്ന് രേഖപ്പെടുത്തി ബ്രാഞ്ചിൽ തുടങ്ങി ഇനി മേളിൽ സംസ്ഥാന കമ്മിറ്റി വരുന്ന രീതിയിൽ ആ വിമർശനങ്ങൾ ഉണ്ടാകണം. അതാണ് ഒരു വാചകം നമുക്ക് ഇപ്പോഴും ശ്രദ്ധയുണ്ട്. മറയില്ലാതെ സംസാരിക്കാനും പേടിയില്ലാതെ സംസാരിക്കാനുമുള്ള അനുമതി പാർട്ടി അംഗങ്ങൾക്ക് നൽകണം, സഖാക്കൾക്ക് നൽകണം എന്നുള്ള ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു. അങ്ങനെ മറയില്ലാതെ തുറന്ന് സംസാരിക്കാനുള്ള അധികാരം പാർട്ടി നേതൃത്വം ഇത്തവണ നൽകിയിട്ടുണ്ട്. ഇതുവരെ അത് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. പക്ഷേ ഇത്തവണ അത് നൽകിയിട്ടുണ്ട്. അങ്ങനെ മാത്രമേ തിരുത്തൽ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച കാര്യം, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെച്ച കാര്യം. അതുകൊണ്ടൊരു കേരളവുമായി ബന്ധപ്പെട്ട ഒരു സുതാര്യമായ ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ്, PB യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദിവ്യ പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ദിവ്യ രണ്ടാമത് ചോദിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് പിണറായി വിജയനിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമാണ് കേരളത്തിലെ നേതാക്കൾക്ക് ഉള്ളത്. അത് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോഴും സമാനമായ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ പിണറായി വിജയൻ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ PB യോഗത്തിൽ പറയുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം തന്നെ ആവണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി ഇല്ല കന്റോൺമെന്റ് ഹൗസിലേക്ക് ഞാനില്ല പ്രതിപക്ഷത്തെ നയിക്കാൻ എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാലിനാണ് സാധ്യത കൂടുതലായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുക. 102 പേരെന്ന മാജിക് നമ്പറുമായിട്ടാണ് UDF വരുന്നത്. അവരെ നേരിടാൻ ചെറിയ ഒരു കക്ഷി പോരാ, കുറച്ച് പാർട്ടിയെ നയിച്ചും അല്ലെങ്കിൽ സംവിധാനങ്ങളെ നയിച്ചും ഭരണ സംവിധാനങ്ങളെ നയിച്ചും പരിചയമുള്ള ആൾ തന്നെ വേണം, പിണറായി വിജയൻ തന്നെ വേണം എന്നുള്ള അഭിപ്രായത്തിന് പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ദിവ്യ, അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നാളെ വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. ദിവ്യ, ശരി, എന്തായാലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി എത്തണം എന്ന ഒരു പൊതുവികാരം CPM-നകത്തുണ്ട്, LDF-നകത്തുണ്ട്. പക്ഷേ അതിൽ പിണറായി വിജയന്റെ നിലപാട് വളരെ നിർണായകമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം മാറി നിൽക്കുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത്. എന്തായാലും ഒരുപക്ഷെ ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് പറയുമായിരിക്കാം ഇത്തവണ പ്രതിപക്ഷ നേതാവായിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനൊപ്പം ഒരുപക്ഷെ പോയേക്കും പിണറായി വിജയൻ. എന്തായാലും PB യോഗം ഇന്ന് ആരംഭിക്കുന്നു, ഇന്നും നാളെയുമാണ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഒരു തീരുമാനം വരും. സേഫാണ് വിവരങ്ങൾ നൽകിയത്.